അജ ഏകാദശി വ്രതം നോറ്റാൽ എല്ലാ പാപങ്ങളും ഇല്ലാതാകും എന്നാണ് വിശ്വാസം. അതിനാൽ തന്നെ ഭക്തർ ഇന്നേ ദിവസം ഉപവാസം അനുഷ്ഠിക്കുകയും വിഷ്ണുപ്രീതിക്കുള്ള ആത്മീയ കാര്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യാറുണ്ട്. വിഷ്ണുവിനൊപ്പം ലക്ഷ്മി ദേവിയെയും ഇന്നേ ദിവസം ആരാധിക്കുന്നത് ഐശ്വര്യദായകമാണ്. എല്ലാ ഏകാദശിയും പോലെ അജ ഏകാദശിക്കും അരിഭക്ഷണം വർജിക്കണം. ഏകാദശിയുടെ തലേന്നാൾ ഒരിക്കലാണ്, അതായത് അന്ന് ഒരു നേരം മാത്രമേ അരിഭക്ഷണം കഴിക്കാവൂ. വ്രതമെടുക്കുന്ന ദിവസം ഉപവാസമാണ് അഭികാമ്യം. അന്ന് എണ്ണ തേച്ച് കുളിക്കുകയോ പകൽ ഉറങ്ങുകയോ ചെയ്യരുത്. അതിരാവിലെ കുളിച്ച് ശുദ്ധവസ്ത്രം ധരിച്ച് വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക. വിഷ്ണുനാമങ്ങളും ഗായത്രിയും സഹസ്രനാമവും ചൊല്ലുക. ഈ ദിവസം വിഷ്ണു ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതും ഐശ്വര്യകരമാണ്. ദുശ്ചിന്തകൾ ഒന്നും കൂടാതെ ദിവസം മുഴുവൻ ഈശ്വര ചിന്തകളിലും സത്പ്രവർത്തികളിലും മുഴുകുക. ഭാഗവതം, നാരായണീയം, ഭഗവത്ഗീത തുടങ്ങിയ പുരാണ ഗ്രന്ഥങ്ങൾ വായിക്കുകയോ പാരായണം കേൾക്കുകയോ ചെയ്യുന്നതും ഉത്തമമാണ്. ദിവസം മുഴുവൻ ഉപവാസം അനുഷ്ഠിക്കുന്നത് വിഷ്ണുപ്രീതിക്ക് അത്യുത്തമമാണ്. എങ്കിലും വിശപ്പ് സഹിക്കാൻ കഴിയാത്തവർക്കും അസുഖങ്ങൾ ഉള്ളവർക്കും പഴവർഗ്ഗങ്ങളും കഴിക്കാവുന്നതാണ്. പിറ്റേ ദിവസം രാവിലെ കുളിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ച് അരിഭക്ഷണവും ഉപ്പുള്ള വിഭവങ്ങളും കഴിച്ച് വ്രതം അവസാനിപ്പിക്കാം. ഏകാദശികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏകാദശിയാണ് അജ ഏകാദശി. വിഷ്ണു ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതിനുള്ള ഏറ്റവും നല്ല അവസരമാണ് ഈ ഏകാദശി വ്രതം. ഈ ദിവസം ഉപവാസം എടുക്കുകയും വിഷ്ണുവിനെ ഭജിക്കുകയും ചെയ്താൽ പാപങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുമെന്നും മോക്ഷം കൈവരുമെന്നുമാണ് വിശ്വാസം. ഉപവാസം അനുഷ്ഠിക്കുന്നത് അശ്വമേധ യാഗം നടത്തുന്നതിന് തത്തുല്യമായ ഫലം നൽകും എന്നാണ് പറയപ്പെടുന്നത്. അജ ഏകാദശി വ്രതം നോൽക്കുന്നതിലൂടെ ഐശ്വര്യവും ഭൗതിക സുഖങ്ങളും മോക്ഷവും ഉണ്ടാവുക മാത്രമല്ല, ആത്മീയമായ വളർച്ചയും ക്ഷേമവും ഉണ്ടാകും. സത്യസന്ധതയ്ക്ക് കീർത്തികേട്ട ഹരിശ്ചന്ദ്ര മഹാരാജാവ് അജ ഏകാദശി വ്രതം എടുത്തിരുന്നു എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. ഒരിക്കൽ ചില ദോഷകർമ്മങ്ങളാൽ ഹരിശ്ചന്ദ്രന് തൻ്റെ കുടുംബവും രാജ്യവും നഷ്ടപ്പെട്ടു. അദ്ദേഹം കാട്ടിൽ അലഞ്ഞു നടന്നു. ഒരിക്കൽ അദ്ദേഹം ഗൗതമ മഹർഷിയെ കാണാനിടയായി. ഹരിശ്ചന്ദ്രൻ തൻ്റെ ദുരവസ്ഥ മഹർഷിയെ ധരിപ്പിക്കുകയും സഹായത്തിനായി അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഗൗതമ മഹർഷി ഹരിശ്ചന്ദ്രനോട് അജ ഏകാദശി വ്രതം അനുഷ്ഠിക്കുവാൻ ഉപദേശിച്ചു. ആ വ്രതത്തിൻ്റെ അദ്ഭുത ശക്തിയെക്കുറിച്ചും മഹർഷി വർണ്ണിച്ചു. ഹരിശ്ചന്ദ്രൻ മഹർഷിയുടെ ഉപദേശം സ്വീകരിക്കുകയും അദ്ദേഹം പറഞ്ഞതുപോലെ ഏകാദശി നോൽക്കുകയും ചെയ്തു. അതിനുശേഷം ഹരിശ്ചന്ദ്രന് തൻ്റെ രാജ്യവും കുടുംബവും തിരിച്ചു കിട്ടി.